ആനയുടെ ചവിട്ടേറ്റുള്ള മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചട്ടലംഘനം നടന്നതായി വനം വകുപ്പ് റിപ്പോർട്ട്. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ലീലയ്ക്ക് ആനയുടെ ചവിട്ടേറ്റുവെന്ന് സ്ഥിരീകരിച്ച പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. കെട്ടിടം ദേഹത്ത് വീണാണ് അമ്മയും രാജനും മരിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ലീലയുടെ കഴുത്തിനാണ് ചവിട്ടേറ്റത്. അവർ 2 ആനകൾക്കിടയിൽപ്പെട്ടതായി സംശയമുണ്ട്. ലീലയുടെ കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റുവെന്നും ഇൻക്വസ്റ്റ് സാക്ഷി പറഞ്ഞു. അതേസമയം സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് വനംവകുപ്പിന്റെ റിപ്പോർട്ടുണ്ട്. വെടിക്കെട്ടാണ് അപകടമുണ്ടാക്കിയതെന്നും തുടർച്ചയായ വെടിക്കെട്ടിന്റെ ആഘാതത്തിലാണ് ആന ഇടഞ്ഞതെന്ന് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. അപകട സമയത്ത് ആനയ്ക്ക് ചങ്ങലയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുടർച്ചയായ വെടിക്കെട്ടിൽ ഗുരുവായൂർ പീതാംബരൻ പ്രകോപിതനായി എന്നാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തിയുടെ റിപ്പോർട്ട്. അമ്പലത്തിലെ ആന എഴുന്നള്ളത്ത് അനുമതി വനംവകുപ്പ് റദ്ദു ചെയ്തു. റിപ്പോർട്ട് വനമന്ത്രിക്ക് കൈമാറി. എന്നാൽ റിപ്പോർട്ടിനെ തള്ളി ക്ഷേത്രം ട്രസ്റ്റ് രംഗത്തെത്തി. ഉത്സവത്തിനിടെ പടക്കം പൊട്ടിച്ചതിൽ ക്ഷേത്രത്തിനൊരു ബന്ധവുമില്ലെന്നും ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ലെന്നും ക്ഷേത്രം ട്രസ്റ്റി ഷെനിത് എൽജി പറഞ്ഞു. അതേസമയം ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. വനംവകുപ്പിനോട് വിശദീകരണം തേടി. ദേവസ്വം ലൈവ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. ആനയുടെ ഭക്ഷണ യാത്രാ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്.